അങ്ങനെ യയാതിയുടെ മക്കളിൽ നിന്ന് യാദവന്മാരും യവനന്മാരും ഭോജന്മാരും അവസാനത്തെ മകനായ പുരുവിൽ നിന്ന് പുരുവംശ പരമ്പരയും ഉണ്ടായി എന്ന് നമ്മൾ കേട്ടു. ഇനി ആ പുരുവംശത്തിലുണ്ടായിരുന്ന പ്രശസ്തനായ ഒരു രാജാവിൻ്റെ കഥയാണ് മഹാഭിഷൻ. ഇദ്ദേഹം കർമാനുഷ്ഠാനങ്ങളും മറ്റും കൊണ്ട് സ്വർഗത്തിലെത്തിയെങ്കിലും ബ്രഹ്മാവിൻ്റെ ശാപം മൂലം ഭരതവംശത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട പ്രദീപന്റെ പുത്രനായി ജനിച്ചു. ആ പുത്രനാണ് ഭീഷ്മരുടെ പിതാവും കൗരവ പാണ്ഡവന്മാരുടെ പ്രപിതാമഹനുമായി തീർന്ന ശന്തനു മഹാരാജാവ്. ഭാരത ചക്രവർത്തിയായ ദുഷ്യന്തന്റെ പുത്രൻ ഭരതന് കാശി രാജാവിന്റെ മകളായ സുനന്ദ ഉൾപ്പെടെ 3 ഭാര്യമാർ ഉണ്ടായിരുന്നു. അവരിൽ എല്ലാവരും പുത്രന്മാർ ജനിച്ചു. എന്നാൽ വിധി വൈപരീത്യം കൊണ്ട് പുത്രന്മാരെയെല്ലാം അദ്ദേഹത്തിനെതിരായി തീർന്നു. പുത്രവിദ്വേഷം കൊണ്ട് തങ്ങളെ രാജാവ് വെറുത്തേക്കുമെന്ന് ഭയന്ന് രാജ്ഞിമാർ 3 പേരും കൂടി പുത്രന്മാരെയെല്ലാം വിഷം കൊടുത്തു കൊന്നു. സുനന്ദയായിരുന്നു രാജാവിൻ്റെ പട്ടമഹിഷി. പുത്രലാഭത്തിനു വേണ്ടി രാജാവ് ഒരു യാഗം നടത്തി. അതിൻ്റെ ഫലമായി സുനന്ദയിൽ അദ്ദേഹത്തിനൊരു പുത്രൻ ജനിച്ചു. മകന് ഭൂമന്യു എന്ന് പേരിട്ട് ഓമനിച്ചു വളർത്തി. ഭരതന്റെ മരണശേഷം ഭൂമന്യു രാജാവായി. അദ്ദേഹം പ്രശസ്തനായി. ദാഗർഹ രാജപുത്രിയായ സുവർണയായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി. അവരുടെ പുത്രനായി സുഹോത്രൻ ജനിച്ചു. അദ്ദേഹവും പ്രജാക്ഷേമ തൽപരൻ എന്ന നിലയിൽ പ്രശസ്തനായി. അങ്ങനെ അദ്ദേഹം ഇക്ഷ്വാകു രാജവംശജയായ ജയന്തിയെ വിവാഹം കഴിച്ചു. അവരുടെ പുത്രനാണ് ഹസ്തി. ഹസ്തിനപുരം എന്ന പ്രസിദ്ധ നഗരം നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. ഹസ്തി നിർമ്മിച്ച പുരമായതുകൊണ്ടാണ് ഹസ്തിനപുരം എന്ന് പേരുണ്ടായത്. ഹസ്തിക്ക് ത്രികൃത്ത രാജപുത്രിയായ യശോധരയിൽ നിന്ന് വികുണ്ഠനൻ എന്ന പുത്രനുണ്ടായി. അദ്ദേഹത്തിന് 4 ഭാര്യമാരിലായി അനേകം പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ മാതൃവഴി അനുസരിച്ച് ഓരോ വംശം സ്ഥാപിച്ചു. കേകേയം, ഗാന്ധാരം, വിശാലം, ഋഷം എന്നീ രാജവംശങ്ങളായിരുന്നു അവ. പുത്രന്മാരിൽ വംശവർദ്ധനൻ സംവരണൻ എന്ന രാജാവായിരുന്നു. സംവരണന്റെ ഭാര്യ സൂര്യപുത്രിയായ തപതിയായിരുന്നു. അവർക്ക് കുരു എന്ന പുത്രനുണ്ടായി. ഇദ്ദേഹമായിരുന്നു കുരുവംശസ്ഥാപകൻ. ഇദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട 6ാമത്തെ രാജാവാണ് പ്രദീപൻ. അദ്ദേഹം ശൈബ്യ രാജാവിന്റെ മകളായ സുനന്ദയെയാണ് വിവാഹം കഴിച്ചത്. അവർക്ക് ദേവാബി, ശന്തനു, ബാഹലീകൻ എന്നീ 3 പുത്രന്മാരുണ്ടായി. ഇതിൽ ദേവാബി ചെറുപ്പത്തിൽ തന്നെ ഐഹിക സുഖങ്ങളിൽ വിരക്തനായി വനവാസം ചെയ്തു. തന്മൂലം ശന്തനു രാജാവായി. ശന്തനു കൈകൊണ്ട് തൊട്ടാൽ വൃദ്ധനു പോലും സൗഖ്യമുണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശന്തനു എന്നു പേര് തന്നെ ഉണ്ടായത്. ചുരുക്കത്തിൽ ഇവരുടെ വംശാവലി പറയുകയാണെങ്കിൽ യയാതിയുടെ 4ാമത്തെ പുത്രനായ പുരുവിൽ നിന്നാണ് പുരുവംശമുണ്ടായത്. ഈ പുരുവംശത്തിൽ ഒരാളായിരുന്നു ഈ പറഞ്ഞ നമ്മുടെ ഹസ്തി. അദ്ദേഹം കാരണമാണ് ഹസ്തിനാപുരം എന്ന സ്ഥലമുണ്ടായത്. ഈ ഹസ്തിയുടെ പരമ്പരക്കാരനാണ് കുരു. അദ്ദേഹത്തിൽ നിന്നാണ് പിന്നീട് കുരുവംശം എന്ന് പറയുവാൻ തുടങ്ങിയത്. ഈ കുരുവംശത്തിലെ ഒരാളായിരുന്നു പ്രദീപൻ. പ്രദീപിന്റെ മകനായിരുന്നു ശന്തനു. കഥ തുടരുന്നു. ശന്തനുവിന്റെ പൂർവ്വജന്മത്തിൽ അദ്ദേഹം സത്യസന്ധനും വീരപരാക്രമിയുമായ മഹാഭിഷൻ എന്ന രാജാവായിരുന്നു. യയാതിയുടെ പുത്രനായ പുരുവിനാൽ സ്ഥാപിതമായിരുന്ന പുരുവംശത്തിലായിരുന്നു മഹാഭിഷൻ ജനിച്ചത്. അശ്വമേധവും 100 രാജസൂയവും നടത്തിയ അദ്ദേഹം ദേവേന്ദ്രന്റെ ഉറ്റമിത്രമായി. കാലാധർമ്മം പ്രാപിച്ചപ്പോൾ അദ്ദേഹം സ്വർഗത്തിലെത്തി. ഒരിക്കൽ ദേവലോകത്ത് വെച്ച് എല്ലാ ദേവന്മാരും രാജഹർഷികളും മുനിമാരും കൂടി ബ്രഹ്മാവിന്റെ സദസ്സിലെത്തി. അക്കൂട്ടത്തിൽ മഹാഭിഷനും ഉണ്ടായിരുന്നു. ആ അവസരത്തിൽ അങ്കലാവണ്യം വഴിഞ്ഞൊഴുകുന്ന തളിർമേനിയോടുകൂടിയ ഗംഗാദേവി സുന്ദരവും നിർമ്മലവുമായ ഉടയാടകൾ ഉടുത്തൊരുങ്ങി ബ്രഹ്മസദസ്സിലെത്തി. അവൾ സദസ്സിൽ നിൽക്കുമ്പോൾ കാറ്റുവീശി. അവളുടെ നഗ്നമായ ശരീരം കാണത്തക്കവണ്ണം വസ്ത്രങ്ങൾ ചലിച്ചു. ഇത് കണ്ടപ്പോൾ എല്ലാവരും തലകുനിച്ചു നിന്നു. എന്നാൽ മഹാഭിഷനാകട്ടെ നിർലജ്ജം ആ മോഹനാംഗിയെ നോക്കി ആവോളം അവളുടെ സൗന്ദര്യം പാനം ചെയ്തു. ഗംഗാദേവി അവനെ കടക്കണ്ണുകൊണ്ട് നോക്കുകയും ചെയ്തു. മഹാഭിഷന്റെയും ഗംഗാദേവിയുടെയും പ്രവൃത്തി ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല. നീ ഇപ്പോഴും സുഖാസക്തനാണ്. ഒരിക്കൽ കൂടി മർത്യനായി ജനിച്ച് സുഖം അനുഭവിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ബ്രഹ്മാവ് മഹാഭിഷനെ ശപിച്ചു.
അദ്ദേഹം ഗംഗാദേവിയോട് പറഞ്ഞു, ഇവൻ മർത്യനായി ജനിക്കുമ്പോൾ ഇവന്റെ പത്നിയായിരിക്കത്തക്കവണ്ണം നീയും ഭൂമിയിൽ ജീവിക്കുക. ഇവന് നിന്നോട് കോപമുണ്ടാകുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും. അപ്പോൾ നിനക്ക് തിരികെ പോരാ. മഹാഭിഷനും ഗംഗയും ഒരുപോലെ ദുഃഖിച്ചു. ശാപം അനുഭവിക്കാതെ നിവൃത്തിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. മഹാഭിഷൻ ആലോചിച്ചു, ഞാൻ എവിടെ ആരുടെ പുത്രനായിട്ടാണ് ജനിക്കേണ്ടത്? കുരുവംശത്തിൽപ്പെട്ട പ്രദീപൻ എന്ന രാജാവ് സർവസമർത്ഥനും ജപത്തിലും ധ്യാനത്തിലും തൽപരനായി അങ്ങനെ ഒരു യോദ്ധാവുമായ ഒരു രാജാവുമായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനായി ജനിക്കുവാൻ മഹാഭിഷൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് മഹാഭിഷൻ പ്രദീപന്റെ രണ്ടാമത്തെ പുത്രനായി ജനിച്ചത്. അതായത് നമ്മുടെ ശന്തനു മഹാരാജാവായി ജനിച്ചത്. അങ്ങനെയിരിക്കെ നായാട്ടിൽ കമ്പമുണ്ടായിരുന്ന ശന്തനു അതിലേക്കായി പലപ്പോഴും വനത്തിൽ സഞ്ചരിക്കുമായിരുന്നു. ഒരു ദിവസം നായാട്ടിനിടയിൽ അദ്ദേഹം ഗംഗാതീരത്തെത്തി. അപ്പോൾ സർവാംഗ സുന്ദരിയായ ഒരു ലലനാമണി ശോഭയേറിയ വസ്ത്രങ്ങളുമെടുത്ത് സർവഭാരണ വിഭൂഷിതയായി അവിടെ നിൽക്കുന്നത് കണ്ടു. മാരിവില്ലിന്റെ അഴകാർന്ന അവളുടെ മേനി രാജാവിന്റെ കണ്ണുകൾക്ക് കർപ്പൂരധാരിയായി. അവളെ എത്ര കണ്ടിട്ടും രാജാവിന് തൃപ്തി വന്നില്ല. അദ്ദേഹം നിർമ്മേഷനായി ആ തന്വങ്കിയെ തന്നെ നോക്കി തന്നെ നിന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം മലരമ്പന്റെ അമ്പുകളേറ്റ് വിവശനായി. മഹാരാജാവ് മന്ദം മന്ദം അവളെ സമീപിച്ചു. വിശ്വവശ്യമായ പുഞ്ചിരിയോടെ അവൾ ശന്തനുവിനെ സ്വീകരിച്ചു. ശന്തനു സ്നേഹപരാവശ്യത്തോടെ അവളോട് ചോദിച്ചു, അല്ലയോ മോഹനാംഗി, നീ ആരാണ്? യക്ഷി കിന്നര ഗന്ധർവകുലങ്ങളിൽ ഏതിൽപ്പെട്ടവനാണ്? അതോ നീ ദേവാംഗനത തന്നെയാണോ? നീ ആരായിരുന്നാലും എൻ്റെ പ്രാണപ്രേയസി ആയിരിക്കണമെന്ന് ഞാൻ നിന്നോട് യാചിക്കുന്നു. രാജാവിൻ്റെ വാക്കുകൾ കേട്ട് അവൾ പുളകം കൊണ്ടു. അവൾ പുഞ്ചിരിച്ചു. അപ്പോൾ അവളുടെ മുഖകാന്തി ഏറി. അവൾ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞാൻ അങ്ങയുടെ പത്നിയാകുവാൻ തയ്യാറാണ്. എന്നാൽ അങ്ങ് ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടി വരും. ശന്തനു സന്തുഷ്ടനായി. ഈ മഞ്ജുളാംഗതിയെ തൻ്റെ പ്രിയ പത്നിയാക്കുന്നതിന് ഏതു വ്യവസ്ഥയും സ്വീകരിക്കുവാൻ രാജാവിന് മടിയുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി രാജ്യവും രാജപദവിയും മുഴുവൻ ധനവും ജീവൻ തന്നെയും ത്യജിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പ്രിയെ, പറയൂ, എന്ത് വ്യവസ്ഥയാണ് ഞാൻ പാലിക്കേണ്ടത്? ഞാൻ ഏതിനും സന്നദ്ധമാണ്. അവൾ പറഞ്ഞു, അങ്ങോ മറ്റാരെങ്കിലുമോ ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വരുന്നുവോ എന്നെന്നോട് ഒരിക്കലും ചോദിക്കരുത്. അതുപോലെ നന്മയെന്നോ തിന്മയെന്നോ കണക്കിലെടുക്കാതെ ഞാൻ എന്ത് ചെയ്താലും അതിനെ എതിർക്കരുത്. നിങ്ങൾ ഒരിക്കലും എന്നോട് കോപിക്കരുത്. എനിക്ക് പ്രിയമല്ലാത്തതൊന്നും തന്നെ എന്നോട് സംസാരിക്കരുത്. ഞാൻ പറഞ്ഞതിന് വിപരീതമായി ഏതെങ്കിലും ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായാൽ തൽക്ഷണം ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോകും. എൻ്റെ വ്യവസ്ഥകൾ ഇതൊക്കെയാണ്. ഇവ അങ്ങയ്ക്ക് സ്വീകാര്യമാണോ? ശന്തനുവെല്ലാം സമ്മതിച്ചു. ആ കന്യകയുടെ കരങ്ങൾ ഗ്രഹിച്ചു. അവളെ മാറോട് ചേർത്ത് അദ്ദേഹം നിർവൃതിയടഞ്ഞു. കൊട്ടാരത്തിലെത്തിയ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ആമോദത്തോടെ കഴിഞ്ഞു. അവളുടെ രൂപഗുണവും ശീലഗുണവും ഔദാര്യവും മറ്റും രാജാവിനെ കൊട്ടാരത്തിലുള്ള മറ്റെല്ലാവരെയും സന്തോഷിപ്പിച്ചു. അവളുടെ സ്നേഹവും ചാതുര്യവും ശൃംഗാരഭാവങ്ങളും രാജാവിനെ വളരെയധികം വശീകരിച്ചു. അവൾ ശന്തനുവിൻ്റെ പട്ടമഹിഷിയായി വിളങ്ങി. അവളോട് ചെയ്തിരുന്ന കരാർ അനുസരിച്ച് അവളുടെ വിവരങ്ങളൊന്നും ആരും അവളോട് ചോദിച്ചില്ല. അവൾക്ക് അപ്രിയമുണ്ടാകുന്നതൊന്നും ആരും പറയുകയോ ചെയ്യുകയോ ഉണ്ടായില്ല. രാജാവ് ഒരിക്കലും അവളോട് കോപിച്ചിട്ടുമില്ല. ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും ഓരോന്നോരോന്നായി കൊഴിഞ്ഞു വീണു. അവൾ ഗർഭിണിയായി യഥാകാലം പ്രസവിച്ചു. ഉടനെ തന്നെ കുട്ടിയെ കയ്യിലെടുത്ത് നിന്നെ പ്രീതിപ്പെടുത്താമെന്ന് പറഞ്ഞ് ഗംഗാനദിയിൽ കൊണ്ടുപോയി എറിഞ്ഞു. രാജാവ് ഇത് കണ്ടപ്പോൾ അസ്വസ്ഥനായെങ്കിലും അവളോട് ചെയ്തിട്ടുള്ള കരാറിനെ ബഹുമാനിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇപ്രകാരം അവൾ 6 പ്രാവശ്യം കൂടി പ്രസവിക്കുകയും അപ്പോഴൊക്കെ ഓരോ കുഞ്ഞിനെയും നിന്നെ പ്രീതിപ്പെടുത്താമെന്ന് പറഞ്ഞ് ഗംഗാനദിയിൽ കൊണ്ടുപോയി എറിയുകയും ചെയ്തു. എല്ലായ്പ്പോഴും ശന്തനു മൗനം ദീക്ഷിച്ചതേയുള്ളൂ. അവൾ 8ാമതും പ്രസവിച്ചു. ഈ പ്രാവശ്യവും കുഞ്ഞിനെ ഗംഗയിലെറിയുവാൻ അവൾ കയ്യിലെടുത്തു. ഇത്രയും ആയപ്പോഴേക്കും രാജാവിൻ്റെ ക്ഷമ നിശേഷം നശിച്ചു കഴിഞ്ഞിരുന്നു. ശന്തനു ഭാര്യയുടെ കൈക്ക് കടന്നു പിടിച്ചു. അദ്ദേഹം കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാജാവ് അലറി, ദുഷ്ടേ, പ്രസവിച്ച 7 കുഞ്ഞുങ്ങളെ ഗംഗയിലെറിഞ്ഞു കൊന്ന നീ ഒരു സ്ത്രീയാണോ? നീ രാക്ഷസിയാണ്, മഹാപാപിയാണ്. നീ ഈ കുഞ്ഞിനെ ഗംഗയിലെറിയുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. പട്ടമഹിഷിക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. അവൾ ചിരിച്ചതേയുള്ളൂ. അവൾ പറഞ്ഞു,
ഹേ രാജാവേ, മരിച്ച പുത്രന്മാരെന്നും അങ്ങയ്ക്ക് വിധിച്ചിട്ടുള്ളവരല്ല. അവർ അഷ്ടവസുക്കളിൽപ്പെട്ട 7 പേരാണ്. വസിഷ്ഠ മഹർഷിയുടെ ശാപം മൂലം അവർ മനുഷ്യരായി പിറന്നതാണ്. അവർക്ക് അച്ഛനാകുവാൻ ഭവാനെ പോലെ യോഗ്യതയുള്ളവർ ആരുമില്ല. അതുകൊണ്ടാണ് അവർ അങ്ങയുടെ പുത്രന്മാരായി പിറന്നത്. വസുക്കളെ ജനിപ്പിക്കുകയാൽ അങ്ങ് ശാശ്വതമായ പദം നേടിയിരിക്കുന്നു. അവർക്ക് അമ്മയാകുവാൻ കൂടി വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ പട്ടമഹിഷിയായത്. ഞാൻ മുനിമാർ സേവിക്കുന്ന ജാൻവി, അതായത് ഗംഗയാണ്. ദേവന്മാരായ അഷ്ടവസുക്കളോട് ഞാനൊരു കരാർ ചെയ്തിരുന്നു. ജനിച്ചാൽ ഉടൻ തന്നെ അവരുടെ മനുഷ്യജന്മം അവസാനിപ്പിക്കാമെന്ന്. അതനുസരിച്ചാണ് ഞാൻ അവരെ ഗംഗയിലേക്ക് എറിഞ്ഞു കൊന്നത്. തന്മൂലം അവർക്ക് ശാപമോക്ഷം ലഭിച്ചു. എൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തതുകൊണ്ട്, എന്നോട് കോപിച്ചതുകൊണ്ടും നാം തമ്മിലുള്ള ബന്ധം അറ്റിരിക്കുന്നു. ഞാൻ പോവുകയാണ്. അത്ഭുത സ്തബ്ധനായി ഗംഗാദേവി പറഞ്ഞതത്രയും കേട്ടുകൊണ്ടു നിന്ന് ശന്തനു ചോദിച്ചു, അല്ലയോ ഭാഗീരഥി, അഷ്ടവസുക്കൾക്ക് ശാപം ലഭിക്കാൻ ഇടയായത് എങ്ങനെയാണ്? ഭാഗീരഥിയായ ഗംഗ പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ വസിഷ്ഠ മഹാമുനി മഹാപേരു പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ പർണശാലയും കെട്ടി തപസ് ചെയ്തിരുന്നു. പക്ഷികളും മൃഗങ്ങളും നിർഭയം വിഹരിച്ചിരുന്ന ആ പ്രദേശം നാനാവിധത്തിലുള്ള വൃക്ഷാലാദികൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും നിറഞ്ഞ വിശാലവും രമണീയവുമായ ഒരു ഉദ്യാനമായിരുന്നു. വസിഷ്ഠന് നന്ദിനി എന്നു പേരുള്ള ദിവ്യയായ ഒരു പശു ഉണ്ടായിരുന്നു. ലോകരക്ഷയ്ക്കായി ജനിച്ച നന്ദിനിയിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ കറന്നെടുക്കുവാൻ കഴിയുമായിരുന്നു. നന്ദിനി ആരണ്യത്തിൽ യഥേഷ്ടം വിഹരിച്ചു. ഒരിക്കൽ ഗണദേവതകളായ അഷ്ടവസുക്കൾ ആ കാനന പ്രദേശത്ത് വന്നു ചേർന്നു. ധർമ്മദേവന് ദക്ഷപുത്രിയയിൽ വസുവിൽ ജനിച്ചവരാണവർ. പ്രേയസിമാരുമൊത്ത് വിനോദസഞ്ചാരം ചെയ്യുന്നതിനിടയിൽ അവർ നന്ദിനിയെ കണ്ടു. അവരിൽ ഒരുവനായ ദ്യോവ് എന്നു പേരുള്ള വസുവിൻ്റെ ഭാര്യ ഈ പശുവിൻ്റെ മാഹാത്മ്യം അറിഞ്ഞപ്പോൾ അവനെ കൊണ്ടുപോകണമെന്ന് മോഹിച്ചു. ഭർത്താവിനോട് വിവരം പറഞ്ഞു. ഭർത്താവായ ദ്യോവ് വൈമന്യസം പ്രകടിപ്പിച്ചിട്ടും അവൾ അദ്ദേഹത്തെ നിർബന്ധിച്ചു. നിർബന്ധത്തിന് വഴങ്ങിയ അദ്ദേഹം മറ്റു വസുക്കളുടെ സഹായത്തോടെ പശുവിനെ അപഹരിച്ചു കൊണ്ടുപോയി. ഫലമൂലങ്ങൾ ശേഖരിക്കുന്നതിനായി പുറത്തുപോയിരുന്ന വസിഷ്ഠൻ ആശ്രമത്തിൽ മടങ്ങിയെത്തിയപ്പോൾ നന്ദിനിയെ കണ്ടില്ല. വസുക്കൾ നന്ദിനിയെ അപഹരിച്ച വിവരം മഹർഷി ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. വസുക്കൾ മനുഷ്യരായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശാപിക്കുകയും ചെയ്തു. ശാപവൃത്താന്തമറിഞ്ഞ് വസുക്കൾ മഹർഷിയുടെ അടുക്കൽ ഓടിയെത്തി. അവർ മുനിയെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, എൻ്റെ ശാപം വൃഥാവിലാകുകയില്ല. നിങ്ങൾ മർത്യരായി പിറന്നേ തീരൂ. എന്നാൽ നിങ്ങളിൽ 7 പേർക്ക് പിറന്നാൽ ഉടൻ തന്നെ മർത്യജന്മത്തിൽ നിന്ന് മോചനം ലഭിക്കും. പക്ഷേ പശുവിനെ പ്രേയസിയുടെ പ്രേരണ കൊണ്ട് അപഹരിച്ച ദ്യോവ് വളരെ നാളുകൾ മർത്യനായി ജീവിക്കേണ്ടി വരും. സ്ത്രീയുടെ ഇംഗിതത്തിന് വശംവദനായ അവൻ സ്ത്രീസുഖവർജിതനായി തീരും. എങ്കിലും അവൻ സർവധർമ്മജ്ഞാനിയും സർവശാസ്ത്ര വിശാരദനുമായിരിക്കും. മഹാഭിഷൻ എന്ന രാജാവ് ഭൂമിയിൽ ജനിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയിൽ ഭൂമിയിൽ ജീവിക്കണമെന്ന് ബ്രഹ്മാവ് എന്നെ ശപിച്ചിരുന്നുവല്ലോ. ആ ശാപത്തിൻ്റെ ദുഃഖവും പേറി വരുമ്പോഴാണ് എന്നെപ്പോലെ തുല്യ ദുഃഖിതയായ അഷ്ടവസുക്കളെ ഞാൻ കാണുന്നത്. അവരെല്ലാവരും എൻ്റെ പുത്രന്മാരായി ജനിക്കാമെന്നും ജനിച്ചാൽ ഉടൻ തന്നെ അവരെ ഗംഗയിലൊഴുക്കി അവർക്ക് ശാപമോക്ഷം നേടിക്കൊടുക്കാമെന്നും അവർ എന്നോട് അപേക്ഷിച്ചു. ഞാനത് മിക്കവാറും സമ്മതിച്ചു. പക്ഷേ ഒരു പുത്രനെയെങ്കിലും രാജാവിന് നൽകണമെന്ന് ഞാൻ നിർബന്ധിച്ചപ്പോൾ അവർ അതിനെ അനുകൂലിച്ചു. ദ്യോവ് വളരെ നാൾ മനുഷ്യനായി ജീവിക്കണമെന്ന് വസിഷ്ഠൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വസുക്കൾ അവർക്കുള്ള ശക്തിയിൽ 8-1 വീതം ജീവിച്ചിരുന്ന ആൾക്ക് നൽകാമെന്ന് സമ്മതിച്ചു. ഇപ്രകാരമുള്ള വ്യവസ്ഥയിലാണ് ഞാനും വസുക്കളും പിരിഞ്ഞത്. ഇപ്പോൾ അവരിൽ 7 പേരും ശാപവിമുക്തരായിരിക്കുന്നു. അവരോട് ഞാൻ പറഞ്ഞു, രക്ഷപ്പെടുത്തിയ ഈ കുഞ്ഞ് അങ്ങയ്ക്കുള്ളതാണ്. ഇവനെ ഞാൻ കൊണ്ടുപോയി വളർത്തി യഥാകാലം അങ്ങയെ ഏൽപ്പിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ഗംഗാദേവി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അപ്രത്യക്ഷതയായി. ഗംഗാദേവിയുടെ വേർപാട് ശന്തനുവിന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവരെ ഓർത്ത് അത്യധികം വിലപിച്ചു. രാജ്യകാര്യങ്ങളിൽ വേണ്ടതുപോലെ ശ്രദ്ധിക്കുവാനും അദ്ദേഹം ഒരു മടിയും കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭരണം നാനാജാതി മതങ്ങൾക്കും ഒരുപോലെ തൃപ്തികരമായിരുന്നു. അദ്ദേഹം സത്യസന്ധതയും ധർമ്മജ്ഞാനമായിരുന്നു. പക്ഷി മൃഗാദികൾ ഉൾപ്പെടെയുള്ള എല്ലാ ചരാചരങ്ങളെയും അദ്ദേഹം സ്നേഹിച്ചു. കാമാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടമായത് ധർമ്മമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദർശം മറ്റു രാജാക്കന്മാർ മാതൃകയായി അംഗീകരിച്ചു. എല്ലാ രാജാക്കന്മാരും ചേർന്ന് അദ്ദേഹത്തെ രാജാതിരാജനായി വാഴിച്ചു. കാലം അങ്ങനെ നീങ്ങി. ഒരിക്കൽ അദ്ദേഹം വനത്തിൽ നായാടുന്ന വഴി ഗംഗാതീരത്തെത്തി. ഗംഗയുടെ ആ ഭാഗത്ത് പതിവിലും കുറവായിട്ടാണ് വെള്ളം കണ്ടത്. ഗംഗാനദിയിൽ വെള്ളം ഇത്രയും കുറവായി ഇതിനു മുമ്പ് അദ്ദേഹം കണ്ടിരുന്നില്ല.
അദ്ദേഹത്തിന്റെ ജിജ്ഞാസ വർദ്ധിച്ചു. അദ്ദേഹം നദിക്കരയിൽ കൂടി നദിയുടെ മുകൾ ഭാഗത്തേക്ക് നടന്നു. കുറച്ചു ദൂരം പോയപ്പോൾ ഗംഗയുടെ മധ്യത്തിൽ ഒരു ചിറ തീർത്ത് വെള്ളം തടയപ്പെട്ടിരിക്കുന്നതായി കണ്ടു. ആ ചിറ സാധാരണ ചിറ ആയിരുന്നില്ല. ഒരമ്പിന്മേൽ മറ്റൊരമ്പ് എയ്ത് കോർത്ത് അതിന്മേൽ വീണ്ടും വീണ്ടും അമ്പുകൾ എയ്ത് തറപ്പിച്ച് കെട്ടിപ്പൊക്കിയതായിരുന്നു അത്. തേജസ്വിയായ ഒരു കുമാരൻ ഗംഗയുടെ കരയിൽ നിന്നുകൊണ്ട് പിന്നെയും പിന്നെയും അമ്പുകൾ എയ്ത് ചിറയേറെ ഉയരം കൂട്ടിക്കൊണ്ടേയിരുന്നു. രാജാവ് അത്ഭുതത്താൽ ആവിഷ്ടനായി അല്പനേരം നിന്നുപോയി. കുമാരനാവട്ടെ ഒന്നും ശ്രദ്ധിക്കാതെ തുടർന്നും അമ്പുകൾ എയ്തുകൊണ്ടേയിരുന്നു. അതുല്യ വിക്രമനായ കുമാരനെ കണ്ടിട്ട് ആരാണെന്ന് രാജാവിന് മനസ്സിലായില്ല. രാജാവ് അതുവഴി വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ഗംഗാദേവി പുത്രനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോകുവാൻ ഭാവിച്ചു. തന്നെ വിട്ടിട്ട് പോകരുതെന്ന് അമ്മയോട് അപേക്ഷിച്ചെങ്കിലും അമ്മ അത് ചെവികൊള്ളാതെ ഗംഗയിൽ മുങ്ങി അന്തർധാനം ചെയ്യുകയാണ് ഉണ്ടായത്. തന്മൂലം ഗംഗയുടെ ഒഴുക്ക് നിർത്തുവാൻ വേണ്ടിയാണ് കുമാരൻ ഇപ്രകാരം ചിറകെട്ടിയത്. ശന്തനു മഹാരാജാവ് കുമാരന്റെ അടുത്തേക്ക് നീങ്ങി. എന്നാൽ ഞൊടിക്കുള്ളിൽ കുമാരൻ അപ്രത്യക്ഷനായി. രാജാവിന്റെ അത്ഭുതം ശതഗുണീഭവിച്ചു. തന്റെ പുത്രനാണോ ഈ കുമാരനെന്ന് രാജാവിന് നേരിയ സംശയമുണ്ടായി. അദ്ദേഹം ഹൃദയം തുറന്ന് ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചു. ദേവി, എന്റെ പുത്രനെ കാണിച്ചു തരയണമേ. സർവാഭരണ വിഭൂഷിതയായി ദിവ്യ വസ്ത്ര അലങ്കാരങ്ങളോടെ കുമാരനെ കൈ പിടിച്ചുകൊണ്ട് ഭാഗീരഥി രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇവൻ അങ്ങയുടെ പുത്രനാണ്. ഞാൻ ഇവനെ ഇത്രയും നാൾ വളർത്തി. ഇവൻ വസിഷ്ഠനിൽ നിന്ന് സമസ്ത വേദങ്ങളും അഭ്യസിച്ചു. ഇവൻ വില്ലാളി വീരനാണ്. ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ സുമസമ്മതനായ ശുക്രാചാര്യനിൽ നിന്ന് ഇവൻ എല്ലാ വിദ്യകളും പഠിച്ചിട്ടുണ്ട്. അസ്ത്രവിദ്യയിൽ ഇവൻ ഇന്ദ്രന് തുല്യനാണ്. ധനുർവേദ പരാംഗതനായ പരശുരാമൻ അസ്ത്രവിദ്യയ്ക്ക് പുറമെ മീമാംസ, ന്യായൻ, പുരാണം, സ്മൃതി തുടങ്ങിയ സാങ്കോഭാഗങ്ങളും ഇവനെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. ഇവനെ രാജധർമ്മങ്ങളെല്ലാം അറിവുണ്ട്. ഇവനെയും കൂട്ടി രാജധാനിയിലേക്ക് പോയാലും. ശന്തനു മഹാരാജാവ് ഉൾപ്പുളകം കൊണ്ടു. കുമാരൻ ശന്തനുവിന്റെ പാദങ്ങൾ നമസ്കരിച്ച് ശന്തനുകുമാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോടണച്ചു. അവന്റെ നെറുകയിൽ ചുംബിച്ചു. ഗംഗാദേവി തിരോധാനം ചെയ്തു. രാജാവ് പുത്രനോടും കൂടി ഹസ്തിനാപുരിയിലെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അമാത്യന്മാരും പ്രജകളും അത്യന്തം സന്തോഷിച്ചു. ഗുണവാനും യോഗ്യനുമായ പുത്രനെ ലഭിച്ചതിൽ രാജാവ് അഭിമാനിച്ചു. പുത്രന് ദേവവ്രതൻ എന്ന പേരിട്ടു. അദ്ദേഹത്തെ ഗാംഗേയൻ എന്നും വിളിച്ചു വന്നു. ദേവവ്രതനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. യുവരാജാവായ ദേവവ്രതൻ അച്ഛനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചു വന്നു. കുറഞ്ഞ കാലത്തിനുള്ളിൽ അവന്റെ ബുദ്ധിശക്തിയും ഭരണപാഠവും എല്ലാവർക്കും ബോധ്യമായി. ദേവവ്രതൻ എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും വിശ്വാസവും ആർജിച്ചു.